ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകും. സാധാരണ ചില സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഓരോ കക്ഷികളിലും ഉണ്ടാകാറുണ്ട്, പല കക്ഷികളിലും ഉണ്ടാകാറുള്ളതാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് കേരള കോൺഗ്രസിന് തന്നെ കഴിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അവരാദ്യം അത് പരിഹരിക്കാനുള്ള അത് ഞാനും ശ്രദ്ധിച്ചു. ആദ്യം ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഉള്ള അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കാനുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് പരിഹരിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതല്ലെങ്കിൽ പിന്നെ എന്തുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. അല്ല, അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ. ഒരു പാർട്ടിക്കകത്ത് സീറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളോ ചർച്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞങ്ങൾ ചാടിക്കയറി അതിനകത്ത് ഇടപെടുക എന്നുള്ളതല്ലല്ലോ. അത് ആ പാർട്ടി പരിഹരിക്കട്ടെ. അത് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആലോചിക്കാൻ കൂട്ടായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ വരട്ടെ, ആദ്യം അവരുടെ പാർട്ടിയിലെ പ്രശ്നമാണത്, അവർ പരിഹരിക്കുമെന്ന് നോക്കട്ടെ. ഏതായാലും UDFനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം നമ്മൾ നിറവേറ്റി. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ചില കക്ഷികളിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ആ കക്ഷി തന്നെയാണ്. കക്ഷി പരിഹരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, അതിപ്പോൾ നമ്മൾ ചാടിക്കയറി ഒരു അഭിപ്രായം പറയേണ്ട സമയമല്ല അത്. UDF ഒരു സംശയവും വേണ്ട, കോട്ടയം ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റുകളും നല്ല ഭൂരിപക്ഷത്തിലും ജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോൺഗ്രസിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേർന്ന് ഏകദേശം ഒരു ധാരണ കാര്യങ്ങളിലൊക്കെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ്. നാളെ കോൺഗ്രസ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ അദ്ദേഹം കോഴിക്കോടുണ്ട്. അത് ആ ഡേറ്റ് ഉള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടാൻ കഴിയാതെ പോയത്. അല്ലാണ്ട് കോൺഗ്രസ് സീറ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമില്ല. 15-ാം തീയതിയോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പുറത്തു വരുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട്. അടുത്ത കഴിഞ്ഞ 3-4 ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതി കൂടാൻ കഴിയാത്ത ഒരാളുള്ളതുകൊണ്ട്, അല്ലാണ്ട് കോൺഗ്രസിൽ എന്തെങ്കിലും തർക്കം കൊണ്ടല്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി യോജിച്ച് സ്ഥാനാർത്ഥികളെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അല്ല, അങ്ങനെയല്ല. ചില ആളുകൾക്ക് മത്സരിക്കണം താല്പര്യമുണ്ട്, ചിലർക്ക് മത്സരിക്കേണ്ടാന്ന് താല്പര്യം. അതൊക്കെ സ്വാഭാവികമല്ലേ. ഒരു പാർട്ടിക്കകത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. കോൺഗ്രസ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല. 4 ദിവസം ഇത് വന്നത് ഇതുകൊണ്ടാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഡൽഹിയിലുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് 3-ാം ഘട്ടത്തിലാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. അത് പണ്ട് അവർ അങ്ങനെ തന്നെയാണ്, നേരത്തെ പ്രഖ്യാപിക്കാറുണ്ട്, നേരത്തെ തോക്കാറുമുണ്ട് അവർ. അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള വിശ്വാസം എനിക്കൊന്നുമില്ല. അവർ ശക്തരും നല്ല സ്ഥാനാർത്ഥികളാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ. അവരിത്രയും ദുർബലമായ സ്ഥാനാർത്ഥികളെയാണ് LDF നടത്തിയിട്ടുള്ളത്. അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല ഞങ്ങൾക്ക്. പണ്ട് അവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നേരത്തെ തോറ്റിട്ടുമുണ്ട്. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. 3-ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആദ്യ ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പോലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കും. ഞങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. ഞങ്ങൾ CPM ഒരു പ്രാദേശിക പാർട്ടിയാണ്, അവർക്ക് ഇവിടെ തീരുമാനിക്കാം. അപ്പം അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കുകയും നേരത്തെ തോക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അല്ല, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അതായിരുന്നു. പക്ഷേ KPCC പ്രസിഡന്റ് യാത്ര 1-ാം തീയതി വരെ നീണ്ടുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ചർച്ചകളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. ഈ നിർണായക തെരഞ്ഞെടുപ്പിന് വ്യക്തികളുടെ താല്പര്യത്തിനായിരിക്കും അതോ കോൺഗ്രസിന്റെ താല്പര്യത്തിനായിരിക്കും ഈ മുതിർന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച്? കോൺഗ്രസിന് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും നിർത്തുന്നത്.
അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതിനകത്ത് ഒരു തർക്കങ്ങളുമില്ല. ഞങ്ങളെല്ലാവരും യോജിച്ചാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ആ അഭിപ്രായം കൂടി ഞങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും പത്രലേഖകർക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടാകുന്നത് നല്ലതാണ്. ജനാധിപത്യത്തിൽ ആ ഫോർത്ത് എസ്റ്റേറ്റിന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മാനിക്കുന്നവരാണ് ഞങ്ങൾ. ഒരിക്കലും ആര് പറഞ്ഞ് മാറി നിൽക്കുന്നെന്ന്, അല്ലെങ്കിൽ മാറി നിന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ദാരിദ്ര്യമുണ്ടോ? കോൺഗ്രസ് പ്രമുഖരായ ധാരാളം സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ നല്ല നിലയിൽ ഞങ്ങളത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും എഫക്റ്റീവായ സ്ഥാനാർത്ഥികളായിരിക്കും ഉണ്ടാകുന്നത്. അത് ചെറുപ്പക്കാരുണ്ടാകും, അത് സ്ത്രീകളുണ്ടാകും, പുതിയ തലമുറയിൽപ്പെട്ടവരുണ്ടാകും, പുതുമുഖങ്ങളുണ്ടാകും. അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇപ്പോൾ നിലവിലില്ല. അങ്ങനെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഈ ഇലക്ഷൻ കമ്മിറ്റി കൂടാനുള്ള 3-4 ദിവസത്തെ ഒരു താമസം ഞാൻ പറഞ്ഞല്ലോ. 15-ാം തീയതി വൈകിട്ടോടുകൂടി ഏകദേശം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊന്നും ഞങ്ങളിപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ബോധ്യപ്പെടും. ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു റൂളിലും ഞാനിത് കണ്ടിട്ടില്ല. ശബരിമല വിഷയം സ്വാഭാവികമായും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നൊരു കാര്യമാണ്. മതപരമായ മതധ്രുവീകരണം ഉണ്ടാക്കാനോ മതവിദ്വേഷം ഉണ്ടാക്കാനോ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നാണ് സാധാരണ തെരഞ്ഞെടുപ്പ് ചട്ടത്തിലുള്ളത്. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അതൊരു ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്കറിയില്ല. ഏതായാലും അതേതായാലും ഞങ്ങൾ ആ കാര്യം നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആ കാര്യം, UDF പ്രതിനിധികൾ ആ കാര്യം ഉന്നയിക്കും. കേരളത്തിൽ നടന്ന ഒരു വലിയ സംഭവം അത് ഉന്നയിക്കരുത് എന്ന് പറയുന്നതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? അത് വിഭാഗീയ മതപരമായ ഭിന്നത അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ അതൊരു പ്രചരണവും പാടില്ല. ശബരിമല മാത്രമല്ല, അത് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ പ്രചരണ രംഗത്തോ ആരും ഉന്നയിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ പ്രത്യേക വിഷയം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലേ? അത് ആരെങ്കിലും മാറ്റി നിർത്താൻ പറ്റുന്നതാണോ? പക്ഷെ അത് ഏതെങ്കിലും ഒരു മതവികാരത്തെ വെളിപ്പെടുത്തുന്ന തരത്തിലോ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. അപ്പോൾ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും നാളത്തെ യോഗത്തിൽ ഞങ്ങളത് ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നേറും, ഇലക്ഷനെ നേരിടുമെന്നാണ് അദ്ദേഹം പ്രാഥമികമായി പറഞ്ഞത്. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് ആഭ്യന്തര പ്രശ്നങ്ങളാണത് കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കട്ടെ, തർക്കത്തിൽ ഇടപെടാനുള്ള സാഹചര്യമോ സമയമോ ആയിട്ടില്ല, ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിലവിൽ കേരള കോൺഗ്രസിലെ തർക്കം അവർ തന്നെ പരിഹരിക്കട്ടെ, സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പതിവാണ്, അതത് പാർട്ടികൾ തന്നെ പരിഹരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസും ഈ തർക്കങ്ങൾ പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിൽ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. ഏകദേശ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് തിരക്കായതിനാലാണ് സീറ്റ് പ്രഖ്യാപനം വൈകുന്നത് എന്ന തരത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിത അവസ്ഥ തുടരുന്നത് അദ്ദേഹം സമ്മതിക്കുക കൂടി ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായത്. 15-ാം തീയതിയോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ രൂപം പുറത്തു വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കൂടുതൽ തർക്കങ്ങളില്ല. മുതിർന്ന നേതാക്കൾ ചിലർ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, ചിലർ മത്സരിക്കുന്നില്ല എന്നും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കോൺഗ്രസിലെ സീറ്റ് നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദില്ലിയിലും തിരക്കിട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്നിരുന്നില്ല. ഇപ്പോൾ ലെസ്ലി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ശരിയാണ്. ലെസ്ലി, പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. എന്താണ് അദ്ദേഹം സൂചിപ്പിച്ചത്? ഒരുപക്ഷെ കേരള കോൺഗ്രസിലെ തർക്കത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. വിവരങ്ങൾ
ജോജിത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 15-ാം തീയതി വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കുമെന്നും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഇല്ല. ഒരുപാട് നേതാക്കന്മാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ യോഗ്യരായിട്ടുള്ളവർ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കോൺഗ്രസിനെ അലട്ടുന്നില്ല. 4 ദിവസമായി ദേശീയ അധ്യക്ഷൻ ഡൽഹിയിൽ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ കാലതാമസം എടുക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാകും കോൺഗ്രസുകാർ നിശ്ചയിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഒപ്പം തന്നെ കേരള കോൺഗ്രസിലെ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും മറ്റും UDF ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശം അവർ പരിഹരിക്കും. ഇപ്പോൾ ഉള്ള ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിൽ UDF ഇടപെടേണ്ടതില്ല. രമ്യമായി കേരള കോൺഗ്രസിന് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏത് സാഹചര്യത്തിലാണ് UDF നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് PJ ജോസഫ് പറഞ്ഞത് തനിക്കറിയില്ല. എന്തായാലും പ്രശ്നം രൂക്ഷമാക്കാതെ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയും രമ്യമായി പരിഹരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ UDF നേതാക്കൾ എന്ന നിലയിൽ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊന്ന്, ശബരിമല വിഷയം പ്രചരണ വിഷയമാക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത്തരത്തിലൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചത് എന്ന് അറിയില്ല. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തങ്ങൾക്ക് പറയാനുള്ളത് അവിടെ പറയുമെന്നുള്ളതായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ശബരിമലയിൽ നടന്ന വിഷയം ഏതെങ്കിലും മത ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമാണ് പെരുമാറ്റച്ചട്ടം എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അല്ലാതെ കേരളത്തിലുണ്ടായ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള മനോഭാവം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. ലസ്ലി, മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നേരത്തെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ KPCC ഉൾപ്പെടെ വലിയ നിരവധി ചർച്ചകളൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നടത്തി. സാധ്യത സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായാണ് നേതാക്കൾ ദില്ലിക്ക് വണ്ടി കയറിയത്. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും ചേർന്നു. അപ്പോഴാണ് കോൺഗ്രസിൽ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ മത്സരിക്കുന്നില്ല എന്ന അഭിപ്രായമൊക്കെയായി രംഗത്തെത്തിയത്. തികച്ചും പ്രസിഡന്റിന്റെ സമയ പരിമിതിയുടെ കാര്യം പറഞ്ഞ്, സാങ്കേതികത്വം പറഞ്ഞ്, സീറ്റുകളെ പറ്റിയുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയുള്ള കാര്യം വൈകുന്നതിൽ ന്യായം കണ്ടെത്തുന്ന രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിലെ അനിശ്ചിതാവസ്ഥ തുറന്നു കാണിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ നടത്തിയിരിക്കുന്നത്? ശരിക്കും ജോർജറ്റ്, പ്രധാനമായും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച പ്രധാന ചോദ്യം ഇത് തന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പരാജയഭീതി മൂലമാണോ മുതിർന്ന നേതാക്കന്മാർ മത്സര രംഗത്തുനിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉയർത്തിയത്. ഇതിന് അദ്ദേഹം നൽകിയ മറുപടി, അത്തരത്തിൽ പരാജയഭീതി കോൺഗ്രസിനില്ല. എല്ലായിടത്തും വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ശേഷിയാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നിർത്തുന്നത്. 4 ദിവസമായി കോൺഗ്രസ് അധ്യക്ഷൻ ദില്ലിയിൽ ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നാളെയും മറ്റന്നാളും കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ 15-ാം തീയതി വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി നിർണയിച്ചുകൊണ്ടുള്ള അന്തിമ പട്ടിക പുറത്തു വരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ 15-ാം തീയതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് ഉള്ളത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇതിനും മുന്നോടിയായി തന്നെ ഇന്നും നാളെയും ദേശീയ അധ്യക്ഷൻ കേരളത്തിലുള്ള ഘട്ടങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് എല്ലാ അനുമതിയും നേടിക്കൊണ്ട് 15-ാം തീയതി വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഉള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരാജയ ഭീതി കൊണ്ട് മാത്രമല്ല നേതാക്കന്മാർ പിന്മാറുന്നത് എന്നുള്ള ന്യായീകരണമാണ് പ്രതിപക്ഷ നേതാവ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി. BJPക്ക് പിന്നാലെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതേ നിലപാട് തന്നെ, BJPയുടെ നിലപാടുകൾ തന്നെ ആവർത്തിക്കുന്ന ഒരു സമീപനം. ഇക്കാര്യങ്ങൾ എങ്ങനെ ചർച്ചയാകാതിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും പോകുന്നു. ലസ്ലി, ജോർജറ്റ്, അത്തരത്തിൽ നിലപാടുകൾ പിന്നീട് പറയാമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇത്തരത്തിലാണ്. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഏത് തരത്തിൽ ശബരിമല വിഷയം പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ എവിടെ പറയുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. ഏറ്റവും പ്രധാനമായത് സമീപ കാലത്ത് കേരളത്തിലുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയിൽ ശബരിമല വിഷയം ഉയർത്തുന്നതിൽ തെറ്റില്ല എന്ന
പൊതു നിലപാടാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കും. ഈ ഘട്ടത്തിൽ മാത്രമേ കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്ത് എന്നുള്ളത് വ്യക്തമാക്കുകയുള്ളൂ. വ്യക്തിപരമായി കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് നാളത്തെ യോഗത്തിന് ശേഷമായിരിക്കും വ്യക്തമാകുക. മറ്റൊന്ന് അദ്ദേഹം ഉയർത്തി കാണിച്ചത് മതധ്രുവീകരണത്തിന് ശബരിമല വിഷയം ഉപയോഗിക്കാൻ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യം അദ്ദേഹം മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം ശബരിമല മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ മതധ്രുവീകരണം ഉണ്ടാകുന്നതോ മതത്തെയോ ദൈവത്തെയോ പ്രചരണ വിഷയമാക്കി മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണ വിഷയം മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണം നടത്താൻ കഴിയും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളത് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തിന് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ആയിരിക്കും ഇവർ പറയുക. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ ഇലക്ഷൻ ഓഫീസറുമായി നടക്കും. ഈ യോഗത്തിൽ ശബരിമല വിഷയം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങളില്ല. 15-ാം തീയതിയോടെ അന്തിമ പട്ടിക പുറത്തു വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഇടപെടാൻ സമയമായിട്ടില്ല. അത്തരം തർക്കങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അത് കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നു.